ഒന്ന് സംവദിച്ച് നോക്കൂ പുതിയ തലമുറയായിട്ട്. അവരുടെ വിവരം നമ്മൾ വിചാരിക്കുന്ന അപ്പുറമാണ്. എൻ്റെ വീടിൻ്റെ കിളിവാതിലുകൾ ഞാൻ ലോക സംസ്കൃതിയിലേക്ക് തുറന്നിട്ടിരിക്കുകയാണ്. ലോക സംസ്കൃതിയിൽ അതാത് കാലത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏത് ജ്ഞാനവും എൻ്റെ വീടിൻ്റെ കിളിവാതിലുകളിലൂടെ വന്ന് എൻ്റെ വീട്ടിൽ നിറയും. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാൻ വേണ്ടി പുതിയ ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഒരു പുതിയ സമ്പദ് വ്യവസ്ഥ മുതലാളിത്തം മുന്നിൽ കാണുന്നു. അതിൻ്റെ പേരാണ് നോളജ് ഇക്കോണമി എന്ന ജ്ഞാന സമ്പദ് വ്യവസ്ഥ. ജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന മുതലാളിത്തത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാക്കുവാനുള്ള വലിയ ശ്രമത്തിലാണ് ഇന്ന് മുതലാളിത്തം. അവിടെ ഏറ്റവും വലിയ ഉൽപാദന ഉപകരണം അറിവാണ്, നോളജാണ്. അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന മൂലധനത്തിന്റെ പേര് നോളജ് ക്യാപിറ്റൽ എന്നാണ്. അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഒരുപാട് പുസ്തകങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നോളജ് ക്യാപിറ്റൽ അപഗ്രഥിക്കുവാനുള്ള ഒരു കഴിവ് സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടത് ഈ ക്യാമ്പയിൻ്റെ ആദ്യ ഭാഗം പോലും അതാവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഈ സമൂഹത്തിലെ പ്രശ്നം? അതുപോലും പലർക്കും അറിയില്ല. എന്തുകൊണ്ടാ? നമ്മുടെ മനസ്സിനെ അങ്ങനെ മാറ്റിയെടുത്തു. അങ്ങനെ പണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, നമുക്കറിയാം, മാനുഫാക്ചറിങ് കൺസെന്റ്. വായിച്ചിട്ടുണ്ടാവും, ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നോം ചോംസ്കിയാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പുസ്തകം ഒരു തവണയെങ്കിലും വായിക്കണേ. സാർ വായിച്ചിട്ടില്ലേ? പുസ്തകത്തിന്റെ പേര് മറന്നു. മാനുഫാക്ചറിങ് കൺസെന്റ്. സമ്മതം നിർമ്മിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ കമ്പോളത്തിന്റെ സമ്മതം നിർമ്മിക്കുകയാണ്. ഫാസിസത്തിന്റെ സമ്മതം നിർമ്മിക്കുകയാണ്. ആരാ നിർമ്മിക്കുന്നത്? കോർപ്പറേറ്റ്സ് ആണ്. ആരാണോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? ആ കോർപ്പറേറ്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിൽ അങ്ങനെ സംഘർഷം നിർമ്മിച്ചു വരുമ്പോൾ, മനസ്സ് കമ്പോളത്തിനും ഫാസിസത്തിനും അനുകൂലമായി മാറുമ്പോൾ, കമ്പോളത്തിന്റെയും ഫാസിസത്തിന്റെയും പല പ്രകടനങ്ങളും നമ്മുടെ മനസ്സുമായി, ഞാൻ സയൻസാ പറഞ്ഞത്, മനസ്സിലായില്ല എന്താണ് ഇന്റഗ്രിറ്റി. നമ്മുടെ മനസ്സിന്റെ കോർ എന്താണോ അതാണ് നമ്മളെ സ്വാധീനിക്കുക. നമ്മുടെ മനസ്സിൽ മാനവികത നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ പ്രകൃതിയെ കുറിച്ചുള്ള സന്തുലന വാർത്തകൾ കേൾക്കുമ്പോൾ പറയൂ, ഒന്ന് പറഞ്ഞാൽ ഞാൻ പൊക്കോളാം, എന്താണ് സന്തോഷമായി. കണ്ട, നമ്മുടെ മനസ്സിൽ കമ്പോളം നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രകൃതി സന്തുലനത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ തൃശ്ശൂർ ഭാഷയിൽ പ്രാന്താണ് എന്ന് പറയും. അതാണ് പരിശുദ്ധ തനി പറയൂ എന്താണ് പരിസ്ഥിതി വാദികളാണ്. ആർക്കു വേണ്ടിയാ പരിശുദ്ധ ഇതൊക്കെ പറഞ്ഞത്? പരിശുദ്ധ പറഞ്ഞതാണ് ശരിയെന്ന് ഓരോ തവണയും വീണ്ടും 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 ശരിയാണെന്ന് സ്ഥാപിക്കപ്പെടുന്നില്ലേ? ആരാ പരിശുദ്ധനെ അന്ന് കളിയാക്കിയിരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതാ, മനസ്സിൽ കമ്പോളം സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ആ മനസ്സ് അതിൻ്റെതായ വൈബ്രേഷൻസ് ആണ് കാണിക്കുക. എന്താ സംശയമുള്ളത്? നമ്മളിപ്പോ എന്താ അങ്ങനെ കേട്ടിരിക്കുന്നത്? ഇവിടെ കേട്ടിരിക്കുന്നത് ഒന്ന് ഉദ്ഘാടന പ്രസംഗമല്ലേ ഉള്ളൂ, ഇപ്പൊ തീർന്നോളും എന്നുള്ള നിലയ്ക്ക് ഉള്ളവരുണ്ട്. അതാണ്. അല്ലെങ്കിൽ എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്? ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പ്രതീക്ഷിക്കുന്ന അവഗണനയാണ് പലപ്പോഴും പലതരത്തിലുള്ള ഈ പിന്നെ ലഹരി പ്രശ്നങ്ങളിലേക്കും എത്തുന്നത്. ലഹരി അതുപയോഗിച്ച് അടിമയായ ഒരാളെ നോക്കിക്കോളൂ. എൻ്റെ അഭിപ്രായത്തിൽ ജീവിത പ്രശ്നങ്ങൾ കൃത്യമായി പഠിച്ചാൽ, കൃത്യമായി ട്രേസ് ചെയ്താൽ മോർ ദാൻ 90% പ്രശ്നങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളിൽ വന്നെത്തും. സംശയമുണ്ടോ? തർക്കമുണ്ടോ? എനിക്കൊരു തർക്കമില്ല. ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ടാണ്. ഒരാള് ലഹരിക്ക് അടിമയാണെന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം ആ വ്യക്തിയാണെന്ന് കരുതരുത്. അത് ബാക്ക് ട്രേസ് ചെയ്താൽ എവിടെ എത്തും? മിക്കവാറും അത് കുടുംബത്തിലെത്തും. കുടുംബത്തിലെ നിരാശ, അവഗണന, പലതരത്തിലുള്ള കമ്പാരിസൺ, ചേട്ടൻ അനിയനെയും
കമ്പയർ, ഇങ്ങനെ ഒരു അപ്രസക്തമായ കുറെ കാര്യങ്ങൾ. ഇതെല്ലാം ഒരു വീട്ടിൽ വരുന്ന സമൂഹത്തിൽ പ്രതിഫലിക്കുന്നതാണ്. തലേദിവസം സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടാവും, തലേദിവസം ട്യൂട്ടോറിയൽ പറഞ്ഞിട്ടുണ്ടാവും, ആ കോളേജിൽ പറഞ്ഞിട്ടുണ്ടാവും, ഈ പ്രൈവറ്റ് ഇതുകളിലൂടെ ഒക്കെ മത്സരം. നീ ആരെ തോൽപ്പിച്ചാലും വേണ്ടില്ല, പറയൂ നീ ഒന്ന് പറയൂ ജയിച്ചാൽ മതി എന്നുള്ള മത്സരാധിഷ്ഠിത വാക്കുകളൊക്കെ കൊച്ചു കുട്ടികളുടെ മനസ്സിൽ വല്ലാത്ത ബുക്ക് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം. കളിക്കളങ്ങൾ, കളിസ്ഥലങ്ങൾ, പൊതു ഇടങ്ങൾ എത്ര ആളൊഴിഞ്ഞ ഇടങ്ങളായി പൊതു ഇടങ്ങൾ ഇന്ന് ധാരാളം നമ്മുടെ ഗ്രാമങ്ങളിൽ കിടക്കുക. എന്നിട്ട് വായനശാലയെ കുറ്റം പറയും. അവിടെ ആരും ചെല്ലണില്ല. ചെല്ലണെങ്ങനെയാ? അവിടെ വായിക്കാനാണ് ചെല്ലാറുള്ളത്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എനിക്കിപ്പോൾ ഒരു പ്രസംഗം വേണമെങ്കിൽ ഞാൻ പണ്ട് ഒടുത്ത വായനശാലയിൽ പോയി പുസ്തകം എടുത്ത് വായിച്ച് നോട്ട് എഴുതി. വേറൊന്നാണ്, ക്ലാസിക്കലായിട്ട് കുറേ ടൂൾസ് വെച്ചിട്ടുണ്ട്, അച്ചീവ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ടൂൾസ് വെച്ചിട്ടുണ്ട്. ആ ടൂൾസ് ഉപയോഗിച്ച് മോഡേൺ എഡ്യൂക്കേഷനെ അളക്കുകയാണ്. ഒരിക്കലും ഇളക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഉദാഹരണം പുതിയ തലമുറയായിട്ട് അവരുടെ വിവരം നമ്മൾ വിചാരിക്കുന്ന അപൂർവമാണ്. അവർ ലോകത്തേക്ക് അവരുടെ മനസ്സിനെ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. പുതിയ ക്ലാസ്സുകൾ കമ്പ്യൂട്ടറൊക്കെ വെച്ചതിനാണ്. ടാഗോർ ഗീതാഞ്ജലി എഴുതിയതിനു ശേഷം കുറെ സാഹിത്യകാരന്മാരുടെ ഇടയിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ചോദിച്ചു, അങ്ങ് എങ്ങനെ ഇതൊക്കെ എഴുതണേ, ഇത്ര മനോഹരമായ കവിത എങ്ങനെ എഴുതണേ? അതിന് അദ്ദേഹം വീടിന്റെ കിളിവാതിലുകൾ ഞാൻ ലോക സംസ്കൃതിയിലേക്ക് തുറന്നിട്ടിരിക്കുകയാണ്. ലോക സംസ്കൃതിയിൽ അതാത് കാലത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏത് ജ്ഞാനവും എൻ്റെ വീടിന്റെ കിളിവാതിലുകളിലൂടെ വന്ന് എൻ്റെ വീട്ടിൽ അങ്ങനെ ജ്ഞാനം നിറഞ്ഞ ആ പരിസരത്തും പശ്ചാത്തലത്തിൽ ഇരുന്നാണ് ഞാൻ കവിത എഴുതുന്നത്. അതാണ് ആധുനിക അധ്യാപകൻ. അറിവിന്റെ സ്രോതസ്സുകളിലേക്ക് കുട്ടികളുടെ മനസ്സിനെ തുറന്നു കൊടുക്കുന്ന ആളാണ് അധ്യാപകൻ. മനസ്സിലേക്ക് സ്പൂണിൽ ഇങ്ങനെ പറയൂ അങ്ങനെ കോരിക്കൊടുക്കുന്ന ആളല്ല അധ്യാപകൻ. ആ മനസ്സിനെ അറിവിന്റെ സ്രോതസ്സുകളിലേക്ക് തുറന്നു കൊടുക്കുന്ന ആളാണ് അധ്യാപകൻ. ആ മനസ്സിലേക്ക് അറിവ് വന്ന് നിറയുകയാണ്. അങ്ങനെ അറിവ് ഒന്ന് നിറഞ്ഞുണ്ടോ എന്നാണ് ഇപ്പൊ പരിശോധിക്കേണ്ടത്. കൊടുത്തത് കാണാപ്പാടം പഠിച്ചിട്ടുണ്ടോ എന്ന് അല്ല. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതും ഒരു ദിവസം പരിശുദ്ധ ചർച്ച ചെയ്യേണ്ടതാണ്. വേറെ എവിടെ പറയാൻ ഇവിടെ അല്ലാണ്ട് അതുകൊണ്ട് പറയുന്നതാണ്. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അളവുകോലുകൾ ഉപയോഗിച്ചിട്ട് വേണം ആധുനിക വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികളെ അളക്കാൻ. ക്ലാസിക്കൽ വിദ്യാഭ്യാസത്തിന്റെ അളവുകോലുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞാൻ കേട്ട് ചില വാക്കുകൾ പറയില്ല എന്നുള്ള കേൾക്കുമ്പോൾ ആരാ പറഞ്ഞാൽ ചിലപ്പോൾ ഓർമ്മ ഒരു കാരണം ഉണ്ടാണ്ടിരിക്കും. അങ്ങനെ അളവുകോൽ ഉപയോഗിച്ച് അതാണ് ഇതാണ് അച്ചീവ്മെന്റ് അതൊക്കെ പറഞ്ഞു. അതൊക്കെ ക്ലാസിക്കൽ വിദ്യാഭ്യാസത്തിലെ ടൂൾസാണ്. മഴുക്കോല് വെച്ച് അളക്കുന്ന കാലം ഉണ്ടായിരുന്നില്ലേ? മഴുക്കോല് ഇവിടെ മഴുക്കോല് വെച്ച് അളക്കുന്നത്. ഇപ്പൊ നാനോമീറ്റർ വെച്ചിട്ട് അതിനേക്കാൾ ചെറിയ വെച്ചിട്ട് അളക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ മഴുക്കോല് വെച്ച് അളക്കാൻ പറ്റുന്നത് അബ്സൈഡ് ആണ് അതൊക്കെ. അതുകൊണ്ട് സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിന്റെ ചില അച്ചീവ്മെന്റ്സ് അളക്കുന്ന അളവുകോലുകൾ കൊണ്ട് മോഡേൺ എഡ്യൂക്കേഷനെ അളക്കാൻ കഴിയില്ല. അത് സാന്ദർഭിക പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാനുള്ള ശാസ്ത്രീയമായ ഇടപെടലായിരിക്കും. ശാസ്ത്രബോധവും അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, പരിഷത്തിന്റെ വേദിയിൽ അത് പറയേണ്ട കാര്യമില്ല എന്നുള്ളത് പറയാതിരുന്നതാണ്. ഇതിന്റെ ഒപ്പം വളർത്തിയെടുക്കേണ്ടതുണ്ട്. സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടി ഈ സംഭവം ഒരു ക്ലാസ് മുറിയും ഒരു മാഷിനെയുമാണ് നമ്മളിവിടെ കണ്ടതെന്ന് തോന്നുന്നു. പ്രൊഫസർ സി രവീന്ദ്രനാഥ് മാഷ് തന്നെയാണ്. കോളേജ് അധ്യാപകനായിരുന്നു. ഒരു പരിഷത്ത് കുടുംബാംഗം കൂടിയാണ്. ഒരിക്കൽ കൂടി ഈ വേദിയുടെ സ്നേഹാദരവുകൾ അറിയിക്കുന്നു.